ഇത് വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണം തന്നെയല്ലേ? ഇപ്പോൾ അതിവേഗ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് കേരളത്തിന് ലഭിച്ചില്ല എന്നുള്ള ചോദ്യം. നമുക്കറിയാം, ഒരു സമാന്തരമായ രീതിയിലാണ് സംസ്ഥാനം ഈ ഒരു മേഖലയിൽ മുന്നോട്ട് പോകുന്നത്. RRTS അടക്കം ആ പ്രഖ്യാപനങ്ങൾ നടത്തിയതുമൊക്കെയും നമുക്കറിയാം. അല്പസമയം മുമ്പ് മെട്രോമാൻ ഇ ശ്രീധരൻ തന്നെ പറഞ്ഞത് റെയിലുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം സംസ്ഥാനം ഇതുവരെയും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടില്ല. കേരളയിൽ ഉപേക്ഷിച്ച കാര്യം ഒന്നും അറിയിച്ചിട്ടില്ല. അതായത് സമാന്തരമായ രീതിയിൽ കേരളം മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് നമുക്ക് ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക്, തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കേരളം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മുടെ സംസാരിച്ച സാമ്പത്തിക വിദഗ്ധൻ ചൂണ്ടിക്കാട്ടിയതുപോലെ നേരത്തെ തന്നെ ഈ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലാകുന്നവരുടെ കാര്യം സൂചിപ്പിച്ചു. 7 ദിവസം പണം നൽകാതെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുണ്ട്. അത് നടപ്പാക്കിയിട്ട് പോലുമില്ല. അതിനെക്കുറിച്ച് ഒരു ആലോചന പോലും നടന്നില്ല. പക്ഷെ നോക്കൂ, ഈ ബജറ്റിൽ അത് 5 ദിവസം എന്നാക്കി ചുരുക്കിക്കൊണ്ട് അതിനെ വേറൊരു പേരിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കേന്ദ്ര പദ്ധതികളോട് എപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന് എങ്ങനെയാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ കഴിയുക? തരുന്നതിനെല്ലാം കുറ്റം പറയുകയും വേറൊരു പേരിൽ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആ ഒരു മനോഭാവത്തിൽ ഒരു മാറ്റം വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുകയാണ് നീലിമ. ഇതിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരള സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് അർഹമായി ലഭിക്കേണ്ട കാര്യങ്ങൾ പോലും ചോദിച്ചു വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത്. ഇവിടെ വെറുതെ ആവശ്യമില്ലാതെ ചില ഗിമ്മിക്കുകൾ കഴിഞ്ഞ സംസ്ഥാന ബജറ്റിനകത്ത് പ്രഖ്യാപിച്ചതിൻ്റെ പരിണിതഫലമൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേന്ദ്രം പ്രഖ്യാപിക്കുന്ന എല്ലാ പദ്ധതികളും കേരളത്തിൽ നടപ്പാക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ചിലത് നമുക്ക് ആവശ്യമുള്ളതല്ല, ചിലത് അനുയോജ്യമല്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അത് പരിഗണിച്ചിട്ട് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മളിവിടെ നടപ്പാക്കണമെന്ന് തന്നെയാണ്. പക്ഷേ അതുപോലെ നടപ്പാക്കാനായിട്ട് പറ്റുന്നില്ല ഈ സർക്കാർ എന്നുള്ളതാണ്. അതൊക്കെ ഒരു 2-3 മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാകും. UDF നേതൃത്വം കൊടുക്കുന്ന സർക്കാർ വരുമ്പോൾ ഇതിനകത്തൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് സംശയം അക്കാര്യത്തിലില്ല. പക്ഷേ എന്നാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന 1-2 കാര്യം, വർഗീസ് സാർ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഈ കേന്ദ്ര സർക്കാരിന് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ സംസ്ഥാന സർക്കാരുകൾ ചെയ്യണമെന്ന് പറഞ്ഞതിനകത്ത് എന്ത് കാര്യമാണുള്ളത് എന്ന് ചോദിച്ചു. വളരെ ശരിയായിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം ഉൽപ്പാദനത്തെക്കുറിച്ച് നമ്മുടെ സാമ്പത്തിക വിദഗ്ധൻ അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു, മാനുഫാക്ചറിങ് സെക്ടറിനകത്തെ മാറ്റങ്ങൾ കേരളത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഞാൻ പരിശോധിച്ചപ്പോൾ ഈ മാനുഫാക്ചറിങ് സെക്ടർ രാജ്യത്ത് തന്നെ 13% സ്റ്റാഗ്നന്റ് ലെവലിൽ നിൽക്കുകയാണ്. ആ മാനുഫാക്ചറിങ് സെക്ടർ വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അതിനൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു പദ്ധതി പ്രഖ്യാപിച്ചു, ഓർക്കുന്നുണ്ടാവും, മേക്ക് ഇൻ ഇന്ത്യ എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെക്കുറിച്ച് ഒരക്ഷരം പോലും ഈ ബജറ്റിലോ കഴിഞ്ഞ ബജറ്റിലോ പിന്നെ കണ്ടില്ല. പിന്നീട് മേക്ക് ഇൻ ഇന്ത്യ പോലും എവിടെയാണെന്ന് പോലും പറഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 10-11 വർഷക്കാലമായി 9 ബജറ്റുകൾ അവതരിപ്പിച്ചു ശ്രീമതി നിർമ്മലാ സീതാരാമൻ. ഓരോ തവണയും പ്രഖ്യാപനങ്ങൾ നടത്തുന്നുള്ളതല്ലാതെ അതിൻ്റെ അടുത്ത തവണ പുതിയത് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം നമ്മുടെ രാജ്യത്തിനില്ല. അപ്പോൾ ഒരു സസ്റ്റൈനബിലിറ്റി നമുക്ക് നമ്മുടെ രാജ്യത്തുണ്ടാകണമെങ്കിൽ ഈ പ്രഖ്യാപിക്കുന്ന പരിപാടികൾ സസ്റ്റൈനബിളായി കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കീ പോയിൻറ്റ്സ് നോക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് കൈ കിട്ടിയിട്ടുള്ള ഈ കീ പോയിൻറ്റ്സ് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് പൈസ എത്രത്തോളം ചെലവഴിക്കുന്നു, എത്രത്തോളം വരുന്നു, 1 രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ഞാൻ നോക്കുമ്പോഴും ഇൻകം ടാക്സ് ആണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ വരുമാനം സർക്കാരിന് കൊടുക്കുന്നത്. 21% ആണ്. നിങ്ങളത് പരിശോധിച്ചാൽ അറിയാം. എന്നാൽ കോർപ്പറേറ്റ് ടാക്സിലേക്ക് വരുമ്പോൾ 18% ആണ്. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സാധാരണക്കാരൻ്റെ കയ്യിൽ അവൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക നമ്മൾ തനി മലയാളത്തിൽ പറയും. ആ ഒരു സമീപനത്തിനകത്ത് ഇപ്പോഴും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മളത് നോക്കിയാൽ അറിയാം. അത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏതെല്ലാം സെക്ടറുകളിൽ നിന്നാണ് സർക്കാരിന് വരുമാനം ഉണ്ടാകുന്നത്, ഏതെല്ലാം കാര്യത്തിലേക്കാണ് സർക്കാർ പൈസ ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കീ റിപ്പോർട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ പോലും ഈ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ ആദായ നികുതി നൽകേണ്ടതില്ല. അതെങ്ങനെയാണ് സാധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുക? അല്ലല്ല, 12 ലക്ഷം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ പൈസ, നമ്മുടെ 1 രൂപയുടെ മൂല്യം എത്രയാണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ? 91 രൂപയാണ്. 91 രൂപയാണ് $1 മൂല്യം എന്ന് പറയുന്നത്. ഈ 12 ലക്ഷം എന്ന് കേൾക്കുമ്പോൾ 12 ലക്ഷം വരെ വാർഷിക വരുമാനം എന്ന് പറയുമ്പോൾ ഒരു മാസം 1 ലക്ഷം രൂപ വരുമാനമുള്ളവർ പോലും ആദായ നികുതി കൊടുക്കേണ്ട. ഞാൻ 1 ലക്ഷം രൂപ ശമ്പളമുള്ള എത്ര പേരുണ്ട്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ഒഴിച്ചു നിർത്തിയാൽ ഈ 1 ലക്ഷം രൂപ
വാർഷിക ഈ മാസ ശമ്പളം വാങ്ങുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് ചിന്തിക്കട്ടെ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അവരിൽ നിന്ന് പോലും ഞാൻ പറഞ്ഞത് അത് വളരെ തുച്ഛമായിട്ടുള്ള ആളുകളാണ്. അതായത് മധ്യവർഗം പോലും ഇപ്പോൾ ആദായ നികുതി കൊടുക്കേണ്ട സാഹചര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഇല്ലാത്തവരുടെ പിച്ചച്ചട്ടിയിൽ നിന്നൊക്കെ കൈയിട്ട് വരുന്നെന്നുള്ള ഒരു അവസ്ഥ? അതിപ്പോൾ ഇല്ലല്ലോ രാജ്യത്ത്. അല്ല, അവർക്ക് വേണ്ടി ഞാൻ പറയട്ടെ നീലിമ, ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം നീലിമ പറഞ്ഞ പോലെ 12 ലക്ഷം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു തുക തന്നെയാണ്, സംശയമില്ല. രാജ്യത്തിൻ്റെ മൊത്തം കാര്യമാണ് ഞാൻ പറയുന്നത്, കേരളത്തിൻ്റെ മാത്രമല്ല. അപ്പോൾ രാജ്യത്തിൻ്റെ മൊത്തം എന്ന് പറയുന്നതിനകത്ത് 21% അതിൽ നിന്നാണെന്നാണ് ഞാൻ പറയുന്നത്. അത് മിഡിൽ ക്ലാസ് ആണ്. ആ മിഡിൽ ക്ലാസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി അപ്പർ ക്ലാസിൻ്റെ കാര്യമാണ് ഈ കോർപ്പറേറ്റ് സെക്ടറിലേക്ക് വരുമ്പോൾ ഞാൻ പറയുന്നത്. അവരിൽ നിന്ന് വിട്ടുന്ന തുക പരിശോധിച്ച് നോക്കൂ, 18% ആണ്. ബാക്കിയുള്ള പല കാര്യങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാവും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഏറ്റവും പാവപ്പെട്ടവരെ കുറിച്ച് നീലിമ ഇവിടെ വേദനയോടുകൂടി സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൺസേൺ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ആ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എത്ര തുക മാറ്റിവെച്ചെന്ന് പരിശോധിച്ച് നോക്കൂ, പരിശോധിച്ച് നോക്കൂ. ആ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഏറ്റവും വലിയ പ്രോജക്റ്റായിട്ട് ഞങ്ങൾ കരുതുന്ന മൻരേഗയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ആണ് ഇപ്പോഴത്തെ ഈ ബില്ലിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്? അതിന് എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ? പരിശോധിച്ച് നോക്കുക. അതും വന്നിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി കൺസേൺ എന്ന് പറയുന്നത് ഈ ബഡ്ജറ്റിനകത്ത് വരാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പണം എത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം സ്പെൻഡിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ സാധാരണഗതിയിൽ കോർപ്പറേറ്റുകളിലേക്ക് പോകുമ്പോൾ, കോർപ്പറേറ്റ് കമ്പനികളിലേക്ക് പോകുമ്പോൾ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൻ്റെ ആനുപാതികമായ സ്പെൻഡിങ് ഉണ്ടാവുന്നില്ല. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. 1000 രൂപ കിട്ടിയാൽ അന്ന് 900 രൂപയും ചിലവഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകുന്നത്. ചിലപ്പോൾ 100 രൂപയ്ക്ക് ഒരു 1000 രൂപയും ചിലവഴിച്ചിട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പം ഇവിടെ നേരത്തെ നമ്മുടെ BJPയുടെ പാനലിസ്റ്റ് അദ്ദേഹം വക്താവ് പറഞ്ഞു ഞാൻ കേട്ടൊരു കാര്യം, നമ്മൾ ഈ മൻരേഗ പോലൊരു പദ്ധതിയെ ഒന്ന് മാറ്റിയിട്ട് അതിനകത്ത് മണ്ണ് വാരിയിടുന്ന അല്ലെങ്കിൽ പുല്ല് വെട്ടുന്ന ആളുകൾക്കാണ് പൈസ കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി അതിനകത്തൊരു കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് പോകുന്നതാണ്. നമുക്ക് നമ്മൾ ഈ പദ്ധതി ആലോചിച്ചത് ഏറ്റവും താഴേക്കിടയിലുള്ള 4ാം ക്ലാസ് പാസ്സാകാത്ത വീട്ടമ്മമാരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ പദ്ധതി മുന്നോട്ട് പോയത്. ആ പദ്ധതി ഇവിടെ വരുമ്പോൾ ഉണ്ടാ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജീറാൻജി ബില്ലിലേക്ക് വരുമ്പോൾ ഇനി നിർമ്മാണ തൊഴിലാളികൾ, അതായത് നൈപുണ്യമുള്ള ആളുകൾക്ക് പണം കൊടുക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് നൈപുണ്യമുള്ള ആളുകൾക്ക് അല്ലാതെയും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. സ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സിന് അല്ലാതെയും തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിൽ നാട്ടുമ്പുറത്തൊക്കെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. കുറച്ച് വസ്തു കൂടുതലുള്ള ആളുകളുടെ പറമ്പ് വൃത്തിയാക്കാൻ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ പോകുന്നുണ്ട്. അതങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിൽ പോലും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു 30 സെന്റ് സ്ഥലമുള്ള വ്യക്തിയുടെ പുരയിടം വൃത്തിയാക്കാൻ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ട്. എനിക്കറിയില്ല, ഒരു പൈസ പോലും ഈ വീടിന്റെ ഉടമസ്ഥൻ നൽകുന്നുമില്ല. എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്ന്, ഒരു വ്യക്തിയുടെ പുരയിടം വൃത്തിയാക്കുന്നതിൽ നിന്ന് കൺസ്ട്രക്റ്റീവായ രീതിയിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ വിനിയോഗിച്ചാൽ എന്താണ് പ്രശ്നം? അതിൽ ആർക്കാണ് പ്രശ്നമുള്ളത്? അല്ല, അതിനകത്ത് ഒരു പ്രയാസമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ കാണാതെ പോകുന്ന ഈ രാജ്യത്തെ ഏറ്റവും ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്ത ആളുകളെ കാണാതെ പോകുന്നിടത്താണ് ഈ പ്രശ്നമുള്ളത്. നിങ്ങൾ കാണുന്നത് ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഈ രാജ്യത്തെ ഏകദേശം 35 കോടി ആളുകൾ ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അറിയാമോ? 35 കോടി. ഇതെൻ്റെ കണക്കല്ല, ഇത് സർക്കാരിൻ്റെ കണക്കാണ്. 35 കോടി ജനങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ 35 കോടി ജനങ്ങളെന്ന് പറയുന്നത് ഈ രാജ്യത്തെ പൗരന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 4ാം ക്ലാസ് പാസ്സാകാത്ത സ്ത്രീകളുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഈ പറഞ്ഞ ഒരുപാട് സ്ത്രീകളാണ് ഇതിന് പോകുന്നത്. എന്തുകൊണ്ടാണ്? ആ സ്ത്രീകളിൽ പുരുഷന്മാർ ആ വീടുകളിൽ പരിസ്ഥിതി പരിശോധിച്ച് നോക്കണം. ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്ത ആ സ്ത്രീകൾ 369 രൂപ കിട്ടിയിട്ട് അവിടെ പോയി റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങിച്ച് അവർ കഞ്ഞി വെച്ച് കൊടുക്കുന്ന, വീട്ടിലെ പിള്ളേർ കഞ്ഞി വെച്ച് കൊടുക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത്. അത് വേണ്ട എന്നാണ് വയ്ക്കുന്നത്. അങ്ങനെയുള്ള സ്ത്രീകൾ ഇനി ഭക്ഷണം കഴിക്കേണ്ട, അങ്ങനെയുള്ള വീടുകൾ പുലരണ്ട എന്നാ പറയുന്നത്. ഒരു ഇടവേള അനിവാര്യമാണ്. ഈ തൊഴിലുറപ്പ് ദിനങ്ങൾ തന്നെ 125 ദിവസമാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്നതിൽ എന്താണ് പ്രസക്തി എന്ന് പ്രേക്ഷകർ ചിന്തിക്കട്ടെ. ഒരു ഇടവേള.